ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഇനി നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ദ വിങ്സ് ഓഫ് ഡ്രീംസ് ആണ് പഠിക്കാൻ പോകുന്നത്. വിങ്സ് ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ ചിറകുകൾ. രണ്ടാമത്തെ യൂണിറ്റിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. എന്താണ് ഹി കുഡ് എന്നൊക്കെ പറഞ്ഞാൽ അവന് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവന് ചെയ്യാൻ പറ്റി എന്നാണല്ലേ. അപ്പോ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന് പറഞ്ഞാൽ സാധിച്ചെടുത്ത ചെറിയ എൻജിൻ അല്ലെങ്കിൽ ശ്രമിച്ച് വിജയിച്ച ചെറിയ തീവണ്ടിയുടെ കഥ. നൗ റീഡ് അബൌട്ട് ദ ജേർണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ. ഒരു ചെറിയ ട്രെയിനിന്റെ കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. The little train ran along the tracks. ട്രെയിൻ പോകുന്ന ട്രാക്സ് ആണ്. അപ്പൊ ലിറ്റിൽ ട്രെയിൻ ran along, ഓടുകയാണ് ട്രാക്കിലൂടെ. She was a happy little train. അവളൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള സന്തോഷവതിയായിട്ടുള്ള ട്രെയിൻ ആയിരുന്നു. Her cars were full of good things for boys and girls. ട്രെയിനിന്റെ കുഞ്ഞു കുഞ്ഞു ബോഗികൾ, അതിനാണ് കാർസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ കണ്ടാൽ അറിയാലേ, ട്രെയിനിന്റെ ബാക്കിൽ ഇതുപോലെയുള്ള ഓരോ കാർസ് ഉണ്ട്. അതിനുള്ളിൽ എന്ത് സാധനങ്ങളാ ഉള്ളത്? പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ വേണ്ടിയുള്ള നല്ല നല്ല സാധനങ്ങൾ നിറച്ചിരിക്കുകയാണ്. There were all kinds of toy animals. അതിൽ നിറയെ ടോയ് ആനിമൽസ് ആണ്. ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്, ടെഡി ബിയർ വിത്ത് നോ നെക്സ്, ആൻഡ് ഈവൻ എ ബേബി എലിഫന്റ്. ജിറാഫ് വിത്ത് ലോങ് നെക്സ്, വലിയ കഴുത്തുള്ള ജിറാഫ്. ടെഡി ബിയർ വിത്ത് നോ നെക്സ്, കഴുത്തില്ലാത്ത ടെഡി ബിയർ. ഈവൻ എ ബേബി എലിഫന്റ്, ഒരു ചെറിയ ആനക്കുട്ടിയും. There were all kinds of dolls too. അതുകൂടാതെ പലതരത്തിലുള്ള ഡോൾസും ഉണ്ടായിരുന്നു. Dolls with blue eyes and yellow hair, doll with brown eyes and brown hair, the funniest toy clown you ever saw. എന്തൊക്കെ തരമാണ്? നീല കണ്ണുകളുള്ള മഞ്ഞ മുടിയുള്ള ഡോൾസ്, ബ്രൗൺ കണ്ണുള്ള ബ്രൗൺ ഹെയർ ഉള്ള ഡോൾ. ക്ലൗൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സർക്കസിലൊക്കെ ഉള്ള തമാശക്കാരനായ ഒരു ക്യാരക്ടറാണ് ക്ലൗൺ. അപ്പൊ ഇവിടെ ഉള്ളത് ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൗൺ ടോയ് ആണ്. ഈ ട്രെയിനിന്റെ മുകളിൽ കയറി ഇരിക്കുന്നത് കണ്ടില്ലേ? There were toy trucks, airplanes and boats. അതൊന്നും കൂടാതെ ടോയ് ട്രക്സും എയർപ്ലെയിൻസും ബോട്ട്സും ഒക്കെ ഉണ്ട്. There were picture books, games and drums to play. പിക്ചർ ബുക്സ്, ഗെയിംസ്, അത് കൂടാതെ ഡ്രംസും ഉണ്ടായിരുന്നു. എന്തൊക്കെ സാധനങ്ങളാ അല്ലേ? നിങ്ങളൊക്കെ ആ ട്രെയിനിന്റെ മുമ്പ് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയി പോകും. അത്രയ്ക്ക് സാധനങ്ങളുമായിട്ട് ചെറിയ ട്രെയിൻ അങ്ങനെ പോവുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ പുതിയ വേർഡ്സ് പഠിച്ചിരിക്കുന്നത്? ട്രാക്സ്, റെയിൽ പാത. ട്രെയിൻ പോകുന്ന പാതയ്ക്കാണ് റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത്. കാർസ്, കോച്ചസ്, കമ്പാർട്ട്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ തീവണ്ടിയുടെ ബോഗികൾ. നെക്ക്, കഴുത്ത്. ബേബി എലിഫന്റ്, ആനക്കുട്ടി. ക്ലൗൺ, കോമാളി. The little train carried every kind of toy that boys and girls would play with. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ കളിക്കാൻ വേണ്ടി പല പല സാധനങ്ങൾ ഈ ടോയ് ട്രെയിൻ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. But that was not all. പക്ഷെ അത് മാത്രമല്ല, ടോയ് ട്രെയിനിൽ കളിപ്പാട്ടങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. The little train carried good things to eat too. അതിനകത്ത് കഴിക്കാനുള്ള പല സാധനങ്ങളും ഉണ്ടായിരുന്നു. Big round oranges, വലിയ ഉരുണ്ട ഓറഞ്ചുകള്. Fat red apples, തടിച്ച റെഡ് ആപ്പിളുകള്. ലോങ് യെല്ലോ ബനാനാസ്, ലോങ് ആയിട്ടുള്ള നല്ല മഞ്ഞ ബനാനാസ്, പഴം. ഫ്രഷ് കോൾഡ് മിൽക്ക്, ഫ്രഷ് ആയിട്ടുള്ള തണുത്ത പാല്. ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. ഇത് കൂടാതെ ഡിന്നർ കഴിച്ചതിന് ശേഷം കഴിക്കാൻ വേണ്ടി ലോലിപോപ്സും. The little train was taking all these good things to other side of the mountain. ട്രെയിന് എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്? ഒരു സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ,
മലയുടെ ഒരു സൈഡിൽ നിന്ന് അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ, മറ്റേ സൈഡിലേക്കാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. How happy the boys and girls will be to see me, said the little train. ഇതും കൊണ്ട് പോകുന്ന സമയത്ത് ലിറ്റിൽ ട്രെയിൻ സ്വയം പറയുകയാണ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ എന്നെ കാണുമ്പോൾ എന്ത് സന്തോഷമാകും. They will like the toys and good food that I am bringing. ഞാൻ കൊണ്ടുവരുന്ന ടോയ്സും നല്ല ഭക്ഷണവും ഒക്കെ അവർക്ക് ഇഷ്ടമാകും. But all at once the train came to a stop. പെട്ടെന്ന് all at once the train came to stop. ട്രെയിൻ പെട്ടെന്ന് നിന്നുപോയി. She could not move at all. അതിന് മൂവ് ചെയ്യാനേ പറ്റിയില്ല. അത് പെട്ടെന്ന് അവിടെ നിന്നുപോയി. Carried എന്ന് പറഞ്ഞ കൊണ്ടുപോയിരുന്നു. റൗണ്ട് വട്ടത്തിലുള്ള, ഇവിടെ അല്ലെങ്കിൽ ഉരുണ്ട. ഫാറ്റ് വണ്ണമുള്ള, തടിയുള്ള. മൗണ്ടെയിൻ പർവ്വതം. അതർ സൈഡ് മറുഭാഗം. ബ്രിങ്ങിങ് കൊണ്ടുവരുന്നു. all at once പെട്ടെന്ന്. ഈ ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. What happened to the little train? കുട്ടികൾക്കുള്ള ഭക്ഷണവും കളിപ്പാട്ടവും ഒക്കെ കൊണ്ടുപോയിരുന്ന ആ ലിറ്റിൽ ട്രെയിനിന് എന്താ സംഭവിച്ചത്? All at once the little train came to a stop and could not move at all. അത് സ്റ്റോപ്പ് ആയിപ്പോയി, അതിന് മൂവ് ചെയ്യാനേ പറ്റിയില്ല. അടുത്ത ചോദ്യം, why does the little train carry things to the other side of the mountain? എന്തിനാണ് ലിറ്റിൽ ട്രെയിൻ ഇത്രയും സാധനങ്ങൾ മലയുടെ മറുവശത്തേക്ക് കൊണ്ടുപോകുന്നത്? എന്തിനു വേണ്ടിയായിരുന്നു ട്രെയിൻ കൊണ്ടുപോയിരുന്നത്? The little train carries toys and good foods to other side of the mountain to make boys and girls happy. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സന്തോഷിപ്പിക്കാനാണ് ട്രെയിൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. Oh dear, said the little train. അയ്യോ എന്ന് ആ ലിറ്റിൽ ട്രെയിൻ പറഞ്ഞു. What can be the matter? എന്തായിരിക്കും പ്രശ്നം? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? She tried to start up again. അവള് വീണ്ടും അതിനെ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു. She tried and tried. അത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. Her wheels just would not turn. പക്ഷെ അതിന്റെ വീൽസ്, അതിന്റെ ചക്രങ്ങള് മുന്നോട്ട് നീങ്ങിയേയില്ല, അത് തിരിയുന്നേ ഉണ്ടായിരുന്നില്ല. would not turn. ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ തിരിയ. We can help, said the toy animals. അപ്പോ ട്രെയിനിന്റെ കാറിലിരിക്കുന്ന ടോയ് ആനിമൽസ് മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, We can help. ഞങ്ങൾ സഹായിക്കാം. The clown and the animals climbed out of their cars. ക്ലൗണും അതുപോലെ ടോയ് ആനിമൽസും ഒക്കെ climbed out of their cars. climbed out എന്ന് പറഞ്ഞ ആ ബോഗിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. They tried to push the little train. പുഷ് ചെയ്യാമെന്ന് എന്താ? തള്ളുക. അവരെല്ലാവരും കൂടി ട്രെയിനിനെ തള്ളാൻ വേണ്ടി ശ്രമിച്ചു. But she could not move. എന്നാൽ ആ ട്രെയിൻ അപ്പോഴും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. We can help too, said the dolls. അപ്പോഴാണ് ട്രെയിനിലുള്ള ഡോൾസ് പറഞ്ഞത്, ഞങ്ങളും കൂടി സഹായിക്കാം. And they got out and tried to push. അവരും പുറത്തിറങ്ങി വണ്ടി തള്ളാൻ തുടങ്ങി. Still the little train did not move. എന്നിട്ടും ഈ ലിറ്റിൽ ട്രെയിന് മുന്നോട്ട് നീങ്ങിയില്ല. The toys and dolls did not know what to do. ടോയ്സ് ആൻഡ് ഡോൾസിന് അറിയില്ലായിരുന്നു അവരിനി എന്ത് ചെയ്യണമെന്ന്. Just then a shiny new engine came puffing down another track. അപ്പോഴാണ് തിളങ്ങുന്ന ഒരു പുതിയ എഞ്ചിൻ പുക തുപ്പിക്കൊണ്ട് another track, മറ്റൊരു ട്രാക്കിലൂടെ വന്നത്. Maybe that engine can help us, cried the clown. ക്ലൗൺ ഉറക്കെ വിളിച്ചു പറയാ, Maybe that engine, ആ വരുന്ന പുതിയ എഞ്ചിൻ, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. He began to wave a red flag. ക്ലൗണ് പെട്ടെന്ന് തന്നെ ഒരു റെഡ് ഫ്ലാഗ്, റെഡ് കളറിലുള്ള കൊടി ഉയർത്തി കാണിച്ചു. The shiny new engine slowed down. ഇത് കണ്ടപ്പോ
പുതിയതായിട്ട് വരുന്ന ആ തിളങ്ങുന്ന ന്യൂ എഞ്ചിൻ സ്ലോഡ് ഡൗൺ, ഇതിന്റെ സ്പീഡ് കുറച്ചു. The dolls and toys called out to him. ഇവിടെയുള്ള ഡോൾസും ടോയ്സും എല്ലാവരും കൂടി ആ പുതിയ എഞ്ചിനെ ഉറക്കെ വിളിക്കുകയാണ്. Our engine is not working. ഞങ്ങളുടെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നില്ല, അത് അനങ്ങുന്നില്ല. They said. Please pull our train over the mountain. ഞങ്ങളുടെ ട്രെയിനിനെ ദയവ് ചെയ്ത് നിങ്ങൾ വലിച്ച് മുകളിലോട്ട് കൊണ്ടുപോകണം. ഇവിടെ രണ്ട് ടേം ഉണ്ട്, ഒന്ന് പുൾ, ഒന്ന് പുഷ്. പുഷ് എന്നാൽ തള്ളുക, പുൾ എന്നാൽ വലിക്കുക. അപ്പൊ ടോയ്സ് ഒക്കെ പുതിയ എഞ്ചിനോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങളുടെ ട്രെയിനിനെ ഈ മലമുകളിലേക്ക് വലിച്ചു കൊണ്ടുപോകാമോ? If you do not, the boys and girls will not have any toys or good food. നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, പുതിയ എഞ്ചിൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ടോയ്സ് ഒന്നും ഉണ്ടാവില്ല കളിക്കാൻ, അതുപോലെ ഗുഡ് ഫുഡ് ഉണ്ടാവില്ല കഴിക്കാൻ. എന്തൊക്കെ പുതിയ വേർഡ്സാ കണ്ടത്? മാറ്റർ, ഇവിടെ പ്രശ്നം, കാര്യം എന്നൊക്കെയാണ് അർത്ഥം. ടേൺ, തിരിയുക. ക്ലൈംഡ് ഔട്ട്, പുറത്തേക്ക് ഇറങ്ങി. പുഷ്, തള്ളുക. പുൾ, വലിക്കുക. സ്റ്റിൽ, എന്നിട്ടും. ഷൈനി, തിളങ്ങുന്ന. എഞ്ചിൻ, എഞ്ചിൻ എല്ലാവർക്കും അറിയാം അല്ലെ? പഫിംഗ്, പുക തുപ്പിക്കൊണ്ട്. വേവ്, വീശുക. ഫ്ലാഗ്, കൊടി. സ്ലോ ഡൗൺ, വേഗത കുറച്ചു. ഇവിടെയും ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എന്താണത്? വിൽ ദ ഷൈനി ന്യൂ എഞ്ചിൻ ഹെൽപ് ദ ലിറ്റിൽ ട്രെയിൻ? പുതിയതായിട്ട് വന്ന തിളങ്ങുന്ന ആ ഒരു എഞ്ചിൻ ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് വായിച്ചു നോക്കാം. The shiny new engine was a bit friendly. നല്ലൊരു സൗഹൃദ മനോഭാവം ഒക്കെ ഉള്ള ഒരു ട്രെയിൻ ആയിരുന്നു ആ പുതിയ ട്രെയിൻ. You want me to pull you? ഞാൻ നിങ്ങളെ വലിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവൻ ചോദിച്ചു. He asked. That is not what I do. I carry people. They sit in cars with soft seats. ഞാൻ അതല്ല ചെയ്യാറ്. പുതിയ എഞ്ചിൻ പറയാ, ഞാൻ ആരെയും വലിക്കുകയല്ല ചെയ്യാറ്. ഞാൻ എന്താ ചെയ്യാറ്? ഐ ക്യാരി പീപ്പിൾ. ഞാൻ ആളുകളെ കൊണ്ടുപോവുകയാണ് ചെയ്യുക. എന്റെ ബോഗികളിലൊക്കെയുള്ള സോഫ്റ്റ് സീറ്റിൽ അവരങ്ങനെ ഇരിക്കും, അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് എന്റെ ജോലി. They look out of the windows. They eat in a nice dining car. അവര് എന്റെ ബോഗികളിൽ ഇരുന്നിട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കും. അതുപോലെ അവര് ഡൈനിങ് കാർ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ, നമ്മുടെ വീട്ടിലൊക്കെ ഡൈനിങ് റൂം ഉള്ളത് പോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ബോഗിയിൽ പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കും. They even sleep in a fine sleeping car. അതുപോലെ കിടക്കാനുള്ള ബോഗിയിൽ അവർ ഉറങ്ങുകയും ചെയ്യും. How dare you ask me? അപ്പൊ ആദ്യം നല്ല സൗഹൃദ മനോഭാവം ഒക്കെ കാണിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ട്രെയിൻ ചോദിക്കുക, ഹൗ ഡെയർ യു ആസ്ക് മീ? ഇങ്ങനെയെന്ന് എന്നോട് ചോദിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ദ ഷൈനി ന്യൂ എഞ്ചിൻ വെന്റ് വിത്തൗട്ട് അനദർ വേർഡ്. ഇതിൽ കൂടുതൽ ഒന്നും പറയാതെ ആ പുതിയ ട്രെയിൻ അവിടെ നിന്ന് പോയി. ഹൗ സാഡ് വെയർ ഓൾ ദ ടോയ്സ് ആൻഡ് ഡോൾസ്. ഇത് കേട്ടപ്പോ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ടോയ്സും ഡോൾസും ഒക്കെ വളരെയധികം വിഷമിച്ചു പോയി. അവര് പുതിയ വന്ന ട്രെയിൻ അവരെ സഹായിക്കുന്ന വിചാരിച്ചത്, പക്ഷെ ആ ട്രെയിൻ ഒട്ടും സഹായിക്കാതെ ഇതെന്റെ ജോലിയല്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോയല്ലേ. ക്യാരി, ചുമക്കുക. സോഫ്റ്റ് സീറ്റ്, മൃദുവായ സീറ്റുകൾ. വിൻഡോസ്, ജനലുകൾ. ഡൈനിങ് കാർ, ഭക്ഷണം കഴിക്കാനുള്ള തീവണ്ടി ബോഗി. സ്ലീപ്പിംഗ് കാർ, ഉറങ്ങാനുള്ള തീവണ്ടി ബോഗി. ഹൗ ഡെയർ യു? നിനക്ക് എത്ര ധൈര്യം? വിത്തൗട്ട് അനദർ വേർഡ്, വേറൊന്നും പറയാതെ. സാഡ്, സങ്കടം. The shiny new engine was a bit friendly, but he did not help the little train. Why? ഷൈനി ന്യൂ എഞ്ചിന് കുറച്ചൊരു സൗഹൃദ മനോഭാവമുള്ള അല്ലെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രെയിൻ ആയിരുന്നു, പക്ഷെ അത് ലിറ്റിൽ ട്രെയിനെ സഹായിച്ചില്ല. എന്താണ് കാരണം? എന്താണ് കാരണം? The shiny new engine did not help the little train because he thought pulling toy cars was not his job. ടോയ് കാറിനെ പുള്ളി ചെയ്യാന്നുള്ളത് എന്റെ ജോലിയല്ല എന്ന് ആ പുതിയ എഞ്ചിൻ വിശ്വസിച്ചു. He was proud of carrying passenger in comfortable coaches and refused to pull the toy train. ആളുകളെ അതിൽ കയറ്റിക്കൊണ്ടുപോകുന്നതിന്
ഈ ഒരു എഞ്ചിൻ ഭയങ്കര അഭിമാനത്തോടെ അതിനെ ഭയങ്കര അഭിമാനമായി കണക്കാക്കുന്നുണ്ടായിരുന്നു. ടോയ് ട്രെയിനിനെ എന്തിനാ പുള്ളി ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവമായിരുന്നു ആ പുതിയ എഞ്ചിന്. അതായത് പുതിയ എഞ്ചിൻ വിചാരിച്ചു, ഞാൻ ആളുകളെ കൊണ്ടുപോകുന്ന ട്രെയിൻ അല്ലേ, അവർക്ക് കാഴ്ച കാണാനും ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ഒക്കെ സഹായിക്കുന്ന ആളല്ലേ ഞാൻ. ഈ കുട്ടി ട്രെയിനിനെ അല്ലെങ്കിൽ ഈ ഒരു ടോയ് ട്രെയിനിനെ വലിക്കല് എന്റെ ജോലിയാണോ എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ് ടോയ് ട്രെയിൻ അവരെ സഹായിക്കാതെ അവിടെ നിന്ന് പോയത്. അപ്പോ ഇനി എങ്ങനെയായിരിക്കും ആ ട്രെയിൻ മുന്നോട്ട് പോകുന്നത് അറിയണ്ടേ? നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.